ഹലോ. ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചില മനുഷ്യന്മാർക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജീസ് ലൈക്ക് ഇപ്പൊ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ അതിലേക്ക് ഈസി ആക്സസ് ഉണ്ടാവും. ചില മനുഷ്യന്മാർക്ക് ഫോർ മൾട്ടിപ്പിൾ റീസൺസ് അത് ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഡ്യൂക്കേഷൻ എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാ കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർനെറ്റ് ഉണ്ടാവുക, സ്മാർട്ട് ഫോൺ ഉണ്ടാവുക, ലാപ്ടോപ്പ് ഉണ്ടാവുക. ഇതിലേക്കൊക്കെ ഈസി ആക്സസ് ഇല്ലാത്ത കുട്ടികൾ എന്താവും? സിസ്റ്റമാറ്റിക്കലി ഗ്രാജുവലി അതിൽ നിന്ന് അവർ എക്സ്ക്ലൂഡ് ആയി പോയിക്കൊണ്ടിരിക്കും. അതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോംപ്ലക്സ് ടോപ്പിക്. ഈ ഡിവൈഡ് അല്ലെങ്കിൽ ഇനീക്വാലിറ്റി നികത്തണം എന്നുള്ള തോട്ട് പ്രോസസിന്റെ റിസൾട്ട് ആണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ കെ ഫോൺ എന്ന് പറയുന്നത്. ഓൾസോ റിമെമ്പർ, കേരളത്തിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് റൈറ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ട് ആദ്യം ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് മാത്രമായിരുന്നു, അതായത് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ അവിടുന്ന് അത് വലുതായി ഇപ്പൊ അതൊരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്, അതായത് എയർടെൽ, ജിയോ ഒക്കെ പോലെ നെറ്റ് കൊടുക്കുന്ന ഒരു പ്രൊവൈഡർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിന് ISP ലൈസൻസ് കിട്ടുന്നത് കേരളത്തിനാണ്, കെ ഫോണിലൂടെ. ആ ലൈസൻസ് കിട്ടിയതുകൊണ്ട് എന്തുണ്ടായി? കേരളത്തിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത പല സ്ഥലത്തിലേക്കും നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് എത്തിക്കാൻ പറ്റി. അതിന്റെ എക്സാമ്പിൾസ് ആണ് പല ട്രൈബൽ കമ്മ്യൂണിറ്റീസിലേക്കും നമുക്ക് കെ ഫോൺ എത്തിക്കാൻ പറ്റിയത്. ഓഫ് ഒക്ടോബർ 2025 കേരളത്തിൽ 1,20,000 കൂടുതൽ കെ ഫോൺ യൂസേഴ്സ് ഉണ്ട്. അതിൽ ഏതാണ്ട് 14,000 BPL ഫാമിലീസ് ആണ്. കെ ഫോൺ ഒരു ISP ആവുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ ഒരു നാട്ടിലേക്ക് ഇതുപോലത്തെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊവൈഡേഴ്സിന് എന്തായാലും ലാഭം നോക്കണം. അപ്പൊ അവിടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കണം, അവിടെ എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് നോക്കണം. പക്ഷെ ഒരു സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും കണക്ടിവിറ്റി എത്തിക്കണം എന്നുള്ള ഒരു വിഷൻ മാത്രമാണ് അവർക്ക് ഉണ്ടാവുക. കെ ഫോണിന്റെ സ്കീംസ് സബ്സിഡൈസ് റേറ്റ്സിലാണ് എല്ലാവർക്കും. ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് ഫ്രീ ആയിട്ടുമാണ് ഇതിന്റെ പ്ലാൻസ്. ഇതിന്റെ റവന്യൂ ഈ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ത്രൂ വരുന്ന റവന്യൂ അല്ലാതെ ഇവർക്ക് ഓൾറെഡി ഒരു 32,000 കിലോമീറ്റേഴ്സിന്റെ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉണ്ട്. ഒരു റെഫറൻസിന് പറയുകയാണെങ്കിൽ BSNL 20,000, ജിയോ 15,000, എയർടെൽ 8,000 അങ്ങനെയൊക്കെയാണ്. ഇത്ര വലിയ നെറ്റ്വർക്ക് ഇവർ ലീസ് ഔട്ട് ചെയ്തിട്ടും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. കെ ഫോണിന് ഇത്രയൊക്കെ ബെനിഫിറ്റ്സും പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലർ ആയ ന്യൂസ് പേപ്പർ തന്നെ എവിടെയെങ്കിലും ഇത് ഡൗൺ ആവുമോ, സ്പീഡ് കുറയോ എന്നൊക്കെ കണ്ട പിറ്റേ ദിവസം ബോൾഡ് ലെറ്റേഴ്സിൽ പേപ്പറിൽ കൊടുത്തു കളയും. എന്തിനാണ് കെ ഫോണിനോട് ഇത്ര വിരോധം എന്ന് ആർക്കും അറിയില്ല. ഈവൻ ഇപ്പോൾ പൊളിറ്റീഷ്യൻസിനെ എടുത്താലും വൺ ഓഫ് ദ പോസിബിൾ CM കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞു തന്നെ, എന്തിനാണ് സർക്കാർ, ഒരു ഗവൺമെന്റ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഷുഡ് ജസ്റ്റ് ബി എ ഫെസിലിറ്റേറ്റർ എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. അതിന്റെ ഐറണി ഈസ് സംതിങ് എൽസ്. വാട്ട് എവർ, ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ കെ ഫോൺ. കെ ഫോൺ ഉണ്ടാവട്ടെ ഇനിയെപ്പോഴും. ഇത്രേ ഉള്ളൂ. താങ്ക് യു.